പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജയപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാൻ പരിശുദ്ധൻ റൂഹ പാടി. ഉറൈത്തായുടെ 5-ാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ. സൃഷ്ടിയുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ 2 തരം കട്ടികൾ ഉണ്ടായിരിക്കരുത്. നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ 2 തരം അളവ് പാത്രങ്ങൾ ഉണ്ടായിരിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ് കൂടെ ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവ് പാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം. ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വച്ച് അമലേക്ക് നിന്നോട് ചെയ്തതെന്ന് ഓർത്തുകൊള്ളുക. ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വച്ച് പുറകിൽ നിന്ന് ആക്രമിക്കുകയും പിൻനിരയിലുണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു. ആകയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴെ നിന്ന് ഉന്മൂലനം ചെയ്യണം. ഇത് നീ മറക്കരുത്. ബാറയ്ക്കുമോർ. സ്വർഗാധിപതി ദേവാ നിന്നുടയാ ലയമതിനുൾ പൂഗീതാ ഞാൻ സിംഹാസന സവിധേ വന്നീപ്പൂ ലംഘനമെല്ലാം മോചീശൻ പാപമശേഷം കേണം. ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ആകണമേ. അപ്പം വീങ്ങിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക. മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാകണമേ. ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോർ ഏവരെയും ഓർത്തിയിടുന്നു. ബലിതു സ്വീകൃതമാകണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീ
നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും അടുപ്പമുള്ള ദൈവമാതാവായ കന്യമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗ്ഗപിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവരും പരിശുദ്ധാത്മത്വത്തിൽ ഒരുവരും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ വിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദീസ ആലോഹോ കാദീസ ഐസോനോ കാദീസ ലോയുസോ ദസ്ലബദലോപായ യസ്രാമേന കാദീസ ആലോഹോ കാദീസ ഐസോനോ കാദീസ ലോയുസോ ദസ്ലബദലോപായ യസ്രാമേന കാദീസ ആലോഹോ കാദീസ ഐസോനോ കാദീസ ലോയുസോ ദസ്ലബദലോപായ യസ്രാമേന കുറിയേലായിസോ 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 പൗലോസ് ശ്ലീഹ ധന്യൻ നൽകട്ടെ നീ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളഹോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോധന്യൻ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. സ്നേഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ
നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരരെ, നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടവരല്ലാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എന്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുമെന്ന് കർത്താവ് ശപഥം പൂർവ്വം അരുൾ ചെയ്തിരിക്കുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണ നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നുവെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത്. എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്, എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാക്കത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായി തീരുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതെന്തും ചെയ്യാതെയും ഇരിക്കുന്നതാണ് നല്ലത്. ഇക്കാരണത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരീക്ഷിക്കുക. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ. സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസം അനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ്. ബാറക്കുമോർ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ കർത്തൃ പ്രാകാരേ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹല്ലേലൂയ. ബാറക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായി നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ
ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. വീണ്ടും ഫരിസയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ ഉള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവനെന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ചവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നു?
അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അവന്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും പരിസേയർ ഇത് കേട്ടവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വലിയൊരായുധമാം നോൻപിൽ തീഷ്ണതയുൾക്കൊള്ളുക. ഇതിനാൽ ജയമേറ്റു മൃതരാ മിശിഹായിൽ പൂർണ്ണരും മലയിൽ മൂശ ശോഭിച്ചിതിനാലേ നാദൻ സാത്താൻ വെന്നു. ഇതിനാലേ കയറിയ ഹോത്തേരിൽ സഹദേർ നയവാന്മാരിതിനാ ശ്രേഷ്ഠത പൂണ്ടല്ലോ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ച ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. സുദീർഘമായ ഒരു വേദഭാഗമാണ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം മുതൽ കൂടാരത്തിരുനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുദമ്പുരാൻ കൂടാരത്തിരുനാളിന് ജെറുസലേമിൽ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. യേശുക്രിസ്തുവിനെ സഹോദരന്മാർ പോലും അംഗീകരിക്കാതിരുന്ന ഒരു സമയം, ഫരിസേയർ നിരന്തരം കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്ന സമയം, യഹൂദന്മാർ നിരന്തരം വിധിച്ചുകൊണ്ടിരുന്ന സമയം, ചിലർക്കെങ്കിലും യേശുവിൽ വിശ്വസിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഫരിസേയരെ ഭയന്ന് അവരും കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകാതിരുന്ന അനുഭവം. അവരുടെ മധ്യേ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകും. കർത്താവിനെ നിരന്തരം അവിശ്വസിച്ച ജനം യേശുവിനെ വധിക്കാൻ ആലോചിച്ചപ്പോൾ കർത്താവ് ഈശോ മിശിഹ പല പ്രാവശ്യം ഓരോ സ്ഥലത്തു നിന്നും പിൻവാങ്ങുന്നതും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 59-ാം തിരുലിഖിതത്തിൽ പ്രകാരം നാം വായിക്കുന്നു, അപ്പോൾ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ഇങ്ങനെ ഓരോ പ്രാവശ്യവും തന്നെ നിരന്തരം വധിക്കാനും വിസ്തരിക്കാനും ഒക്കെ ആലോചിച്ചു കൊണ്ടിരുന്ന ജനത്തിൽ നിന്ന് പിൻവാങ്ങുന്ന അവസരത്തിൽ, അപ്രകാരം ഒരു സന്ദർഭത്തിലാണ് കർത്താവ് ഈശോ മിശിഹ വഴിയിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ജന്മന അന്ധനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടത്. 9-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുലിഖിതം, അവൻ കടന്നു പോകുമ്പോൾ
ജന്മന അന്ധനായിരുന്ന ഒരുവനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവ് കാണുന്നവനാണ്. വേദനിക്കുന്നവരെയും ഭാരപ്പെടുന്നവരെയും രോഗികളെയും ഒക്കെ കാണുന്നവരാണ്. ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആളുകളെ കർത്താവ് കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഈ ജന്മനാന്ധനായ മനുഷ്യനെ പലരും കണ്ട് കടന്നുപോയി. എന്നാൽ കർത്താവ് ഈശോ മിശിഹ കണ്ട് അവിടെ നിൽക്കുകയാണ്. രണ്ടാം തിരുലിഖിതം ഇങ്ങനെ നാം വായിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? അപ്പോൾ യേശുവിന്റെ മറുപടി പ്രകാരമാണ്, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഇവിടെ പഴയ നിയമ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടത് പ്രകാരമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ാം തിരുലിഖിതത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നത് ഈ പശ്ചാത്തലത്തിനാണ്. ഇവൻ ആരുടെ പാപം നിമിത്തമാണ് ഇപ്രകാരം അന്ധനായി ജനിച്ചത്? ഇവൻ ആരുടെ പാപം നിമിത്തമാണ് ഇപ്രകാരം ഈ പീഡ ഏൽക്കേണ്ടി വരുന്നത്? അപ്പോൾ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു, ഇവന്റെ കാര്യത്തിൽ പാപമല്ല, ഈ അന്ധനായ മനുഷ്യന്റെ കാര്യത്തിൽ പാപമല്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളും പാപം നിമിത്തം ഉണ്ടാകുന്നവയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മിൽ പ്രകടമാകേണ്ടതിനുള്ള സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഈശോ തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. എല്ലാം പാപനിമിത്തം ഉണ്ടാകുന്നതല്ല, എന്നാൽ പാപനിമിത്തമുള്ള വേദനകളും ദുരിതങ്ങളും ഉണ്ട്. എന്നാൽ ഈ അന്ധന്റെ കാര്യത്തിൽ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ പാപനിമിത്തമുള്ള ഈ ബുദ്ധിമുട്ടല്ല, രോഗമല്ല, അല്ലെങ്കിൽ അന്ധതയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അത് പറഞ്ഞ് യേശു നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അപ്പോൾ ഈശോ തമ്പുരാൻ അന്ധന് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, കാഴ്ച ലഭിക്കുന്നതിന് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് പോയി പറഞ്ഞു, പോയി കഴുകുക. അവനനുസരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന് ഈ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കും. ഈശോ തമ്പുരാൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി, ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തി ചെയ്തിട്ട് പറഞ്ഞു, നീ പോയി കഴുകുക, നീ പോയി അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഈ അന്ധനായ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ മനുഷ്യൻ പറയുന്നത് അനുസരിച്ചാൽ സൗഖ്യം കിട്ടും. അതനുസരിച്ച് ഇവൻ ആ സീലോഹ കുളത്തിൽ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് നാം ചില കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഈ അന്ധന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ, ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് അനുസരണം, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്, കർത്താവിൽ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പലരും അവനോട് ചോദിച്ചു, ഇവൻ എങ്ങനെയാണ് കാഴ്ച ലഭിച്ചത്? യേശു എന്ന മനുഷ്യൻ, നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും, ഓരോ ഘട്ടത്തിലും യേശു എന്ന മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തി. അപ്പോൾ പലർക്കും സംശയം, യേശു എന്ന മനുഷ്യൻ സുഖപ്പെടുത്തി, ഇവൻ ആ മനുഷ്യൻ തന്നെയാണോ? അവിടെ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു സുഖപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം മനസ്സിൽ അന്ധത ബാധിച്ചിരുന്ന മനുഷ്യരാണ്. അതായത് കർത്താവ് പറയുന്നത്, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നിട്ടും കാണുന്നില്ല, നിങ്ങൾ കാഴ്ചയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല,
കർത്താവിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ അന്ധത. അതാണ് അവസാനം കർത്താവ് വിശ്വസിക്കുക പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ ഓരോ പ്രാവശ്യം പറയുകയാണ്, യേശു എന്നെ സുഖപ്പെടുത്തി. വീണ്ടും ഇവർ എന്താണ് ചെയ്യുന്നത്? ഫരിസയരും പ്രമുഖന്മാരും എല്ലാം, യഹൂദരെല്ലാം വീണ്ടും ചോദിക്കുകയാണ്, ഇവന്റെ മാതാപിതാക്കളോട് ചോദിക്കും, ഇവനാണോ, ഇവൻ നിങ്ങളുടെ മകൻ തന്നെയാണോ? ഇങ്ങനൊരു വചനമുണ്ട്, നാം വായിച്ചു കേട്ടതാണ്. മാതാപിതാക്കൾ ഇവൻ തന്റെ മകനെന്ന് പറയുവോളം അവർ വിശ്വസിച്ചില്ല. 18-ാം തിരുലിഖിതത്തിലാണ് നാം വായിക്കുന്നത്, അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അതുവരെ അത്രമാത്രം മനസ്സിൽ അന്ധത ബാധിച്ച, അവിശ്വാസം മാത്രം ആയിട്ടുള്ള ആ മനുഷ്യരുടെ ജീവിതാവസ്ഥ. അപ്പോഴാണ് വിശ്വസിക്കുന്നത് എന്ത്? ഇവൻ ആ മനുഷ്യൻ തന്നെയാണ്. വീണ്ടും അവനോട് ചോദിച്ചു, നിന്നെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? അവൻ പറഞ്ഞു, നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി, കണ്ണിൽ പുരട്ടി, സൗഖ്യം. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. വീണ്ടും ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങൾ കൂടുതൽ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുവോ? അതാണ് അവന്റെ ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം എങ്ങനെ സുഖപ്പെട്ടു എന്ന് അന്വേഷിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുവോ? പറഞ്ഞു, അതിനൊന്നുമല്ല. ഇത് യേശുവാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് അവർക്കൊരു തെളിവ് വേണം. അതിന് അത്രമാത്രം എത്ര പ്രാവശ്യം ചോദിച്ചെന്ന് നോക്കിക്കേ. അനേക പ്രാവശ്യം, 4ഓ 5ഓ പ്രാവശ്യം ഈ അന്ധനായ മനുഷ്യൻ സൗഖ്യപ്പെട്ടവനോട് ചോദിക്കുകയാണ്, നിന്നെ എങ്ങനെ സുഖപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം കർത്താവിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, യേശുവിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്ത, ക്രിസ്തു എന്ന് ഏറ്റുപറയാൻ മനസ്സില്ലാത്ത, അവർ കാലങ്ങളായി കാത്തിരുന്ന മെസ്സിഹായാണ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാത്ത ആ മനുഷ്യരുടെ മുൻപിൽ ഇതാ ഈ അന്ധനായ മനുഷ്യനിൽ കാഴ്ച ലഭിച്ച മനുഷ്യൻ ഒരു സാക്ഷിയായി നിൽക്കുകയാണ്. ഇവന്റെ മാതാപിതാക്കൾ പോലും യേശുവാണ്, ക്രിസ്തുവാണ് അവനെ സുഖപ്പെടുത്തിയത് എന്ന് പറയാൻ മനസ്സ് കാണിച്ചില്ല. കാരണം എന്താണ്? ഇതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഹൂദരെ ഭയപ്പെട്ട് അവർ അങ്ങനെ പറഞ്ഞില്ല. 22-ാം തിരുലിഖിതം തന്നെ കുറിച്ച് അവൻ തന്നെ പറയും, അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഭയന്ന് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ മടി കാണിച്ചപ്പോൾ സൗഖ്യപ്പെട്ട, ദൈവത്തെ അനുസരിച്ച, അനുഗ്രഹം പ്രാപിച്ച ഈ മനുഷ്യൻ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ കർത്താവിനെ ഏറ്റുപറയുമെന്നുള്ള വിശ്വാസത്തിൽ യേശുവിനെ ക്രിസ്തുവായി ഏറ്റുപറയുന്ന സംഭവം നാം കാണുന്നുണ്ട്. അവനെ പുറത്താക്കി. ഈ മനുഷ്യനെ, കാഴ്ച ലഭിച്ച മനുഷ്യനെ പുറത്താക്കി. 35-ാം തിരുലിഖിതം ഇപ്രകാരം നാം കാണുന്നു, അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ വളർച്ച നാം മനസ്സിലാക്കേണ്ടതാണ്. യേശു എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് അവനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞു, പിന്നെ ക്രിസ്തുവാന്ന് പറഞ്ഞു, പിന്നെ ഇതാ കർത്താവ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തെ ഏറ്റുപറയുന്ന മനുഷ്യൻ. അതാണ് വിശ്വാസത്തിന്റെ വളർച്ച. അതാണ് സാക്ഷ്യം നൽകാൻ മടിയില്ലാത്തവന്റെ അവസ്ഥ. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്നെ പുറത്താക്കിക്കൊള്ളട്ടെ, പക്ഷേ യേശുവിനെ ഞാൻ പ്രഘോഷിക്കുമെന്ന് ആ മനുഷ്യൻ നമുക്ക് ഒരു മാതൃകയായിട്ട് കൂടി കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ഇങ്ങനെ നമുക്കിതിനെ ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. ഈശോ നമ്മെ കാണുന്നവനാണ്, നമ്മുടെ ഹൃദയം കാണുന്നവനാണ്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കാണുന്നവനാണ്, നമ്മുടെ ദുരിതങ്ങൾ കാണുന്നവനാണ്, നമ്മുടെ ഇല്ലായ്മകൾ കാണുന്നവനാണ്. ഇതെല്ലാം കണ്ടിട്ട്
മനസ്സിലാക്കാതെ പരിഗണിക്കാതെ കടന്നു പോകുന്ന വ്യക്തിയല്ല, നമ്മെ കണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. അതാണ് അന്ധനായ മനുഷ്യൻ, വഴിയരികിലിരുന്ന മനുഷ്യൻ. ഈ കർത്താവിനെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. അനുസരിച്ചാലാണ് അനുഗ്രഹം. ഇവൻ പോയി കഴുകാൻ പറഞ്ഞു, ഇവൻ പോയി കഴുകി, അപ്പോൾ അത്ഭുതം. ഈ അത്ഭുതത്തിന് അവൻ തിരികെ വന്ന് അനേകരോട് സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ട് അതിന് വിശ്വാസം ആവശ്യമാണ്. ഈ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ വളർച്ചയും നാം പരിഗണിക്കേണ്ടതുണ്ട് ഇവിടെ. അതായത് നാം നമ്മുടെ വിശ്വാസത്തിൽ വളരേണ്ടതുണ്ട്. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും വിശ്വാസം ഏറ്റുപറയണം. ഇവിടെ ഈ മനുഷ്യന് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും തള്ളി പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എന്നെ സുഖപ്പെടുത്തിയ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന അനുഭവം. യേശു എന്ന മനുഷ്യൻ, പ്രവാചകൻ, ഇതാ ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുന്ന അനുഭവം. അപ്രകാരം കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ നാം തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റുപറയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ വെളിച്ചമില്ല എന്നുള്ളതാണ്. കർത്താവിനെ ഏറ്റുപറയാനുള്ള വിശ്വാസത്തിന്റെ വെളിച്ചമില്ല, കർത്താവിനെ അംഗീകരിക്കാനുള്ള വിശ്വാസത്തിന്റെ വെളിച്ചമില്ല. നാം ഈ പരിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കേണ്ടത്, ഈ മനുഷ്യൻ, ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ദൈവത്തെ ഏറ്റുപറഞ്ഞതുപോലെ കർത്താവേ എനിക്കും ഏറ്റുപറയാനുള്ള ഹൃദയത്തിന്റെ ഒരു വെളിച്ചം നൽകണമേ. പ്രകാശമായ കർത്താവെ, വെളിച്ചമായി നീ എന്നിൽ നിറയണമേ. അതുവഴി എൻ്റെ ആത്മീയമായ അന്ധത നീക്കിക്കളയണമേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ദൈവം പ്രദാനം ചെയ്യട്ടെ. കർത്താവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. കർത്താവിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. കർത്താവിനെ അനുസരിക്കാൻ തയ്യാറാകാം. കൽപ്പനകൾ പാലിക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ. Barkamor staman galos നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാനിട ഞങ്ങൾ യോഗ്യരായി തീരണമേ. കടങ്ങൾ പരിഹരിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും മലിനരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ മാനസാന്തരത്തിൽ പ്രീതിപ്പെടുന്നവനും തെറ്റുകാരുടെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. വിളിക്കുവിൻ, ഞാൻ ഉത്തരം നൽകും. മുട്ടുവിൻ, ഞാൻ തുറന്നു തരും. എൻ്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കാമെന്നരുളി ചെയ്തവനുമായ തനിക്ക് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹന്യമോ സുദായ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും
വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ നിന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിനമായ ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരാക്രമിയും യോദ്ധാവും ബലവാനും സ്തുത്യനുമായ ദൈവമായ കർത്താവേ, നീ വേഗം ഞങ്ങളെ സഹായിച്ചു നിന്റെ ശക്തിയാലും ഉന്നത ഭുജത്താലും ദുഷ്ടനിൽ നിന്നും അവന്റെ സേനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. എൻ്റെ കർത്താവേ, കൃപയോടും മഹാകരുണയോടും വിശുദ്ധ കന്യകാമറിയാമിൽ നിന്ന് നീ ശരീരമെടുക്കുകയും സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയെ ആഘോഷിക്കുന്ന സ്വർഗീയ സിംഹാസനത്തെ പ്രതിയും നിന്റെ രഥത്തിൽ പൂട്ടിയിരിക്കുന്ന 4 മുഖങ്ങളുള്ള ജീവികളെ പ്രതിയും നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുന്ന മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളെ പ്രതിയും നിന്റെ പ്രബലതയെ വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്ന ക്രോബേന്മാരുടെ അണികളെ പ്രതിയും തന്റെ വിശുദ്ധിയിൽ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് പറയുന്ന 6 ചിറകുകളുള്ള ശ്രോപ്പേന്മാരെ പ്രതിയും നിന്റെ ഭയങ്കരത്വത്തെയും നിന്റെ പിതാവിന്റെ സാരാംശത്തെയും ശുശ്രൂഷിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ നിരകളെ പ്രതിയും നിന്നെ വഹിച്ച ഉദരത്തെ പ്രതിയും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നേർവഴിയിൽ കൂടി സഞ്ചരിച്ച് നിന്റെ രാജ്യത്തിൽ വന്നു ചേരുവാനായി ജീവന്റെയും രക്ഷയുടെയും മാർഗം കർത്താവേ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദയാദൃഷ്ടി ഞങ്ങളിൽ പതിക്കണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, നിന്റെ സ്ലീബായുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. വഞ്ചകനായ സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പാപവീഴ്ചയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ,
ഞെരുക്കങ്ങളുടെ ഓളങ്ങളിൽ നിന്നും ചുഴികളിൽ നിന്നും ഞങ്ങളെ ഉദ്ധരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, ദുശ്ചിന്തകളിൽ നിന്നും ദൈവദൂഷണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, നിന്റെ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ തൃപ്തരാക്കണമേ. ആഹ്ലാദപൂർണമായ മണവറയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ രാജ്യത്തിലെ തോഴന്മാരോടും വിരുന്നുകാരോടും കൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ ഞങ്ങളെ ക്ഷണിക്കണമേ. നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോടൊരുമിച്ച് ഞങ്ങളെയും ക്രമപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, നിന്റെ ശ്രേഷ്ഠത പ്രത്യക്ഷപ്പെടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും വിശുദ്ധരോടും കൂടെ ഞങ്ങൾ പ്രശോഭിതരാകുവാനിടയാകണമേ. ആത്മീയമായ വിരുന്നിൽ നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ ഇരുത്തണമേ. കർത്താവേ, ഞങ്ങളും വിശ്വാസികളായ സകല പരേതരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ അബുക്കുൽ ശുബാൻ ലവൽ മീ. കർത്താവേ, ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. അബൂ കദീസോ. കദീസ് ബ്രോ കദീസോ. വിജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സാപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും
ഏകർത്താവുമായി യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിൽ ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകവുമായാലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യവാഴ്വനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാടുന്നു. ആമേൻ. ബാർക്കുമോ സ്തോമൻ ഗാലോസ് കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാർക്കുമോ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മേ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് വിശയാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടു കൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു.
വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാർക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേതലോലം അപ്രകാരമത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ബാർക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം ആകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേതലോലം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ നാമവരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സപരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നു. നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു.
സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും ഭാവികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദേദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധാത്മാവേ, അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവനീകാസായില മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാവുകയും ചെയ്യണമേ. ബർക്കുമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേശുവരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും, നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻമാർ ബെസ്വലോസ് ക്ലൈമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും, സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും, കശീശന്മാർ, ശമാശന്മാർ, മുദ്രാർക്ക് വേണ്ടിയും, ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും, പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട്
നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവൻഗേലിയോസ്തന്മാർ സഹോദയന്മാർ മൗദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് തന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാർക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സമലയെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും ആർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടായും അറിവുകൂടാതെയും തിരുവമ്പിൽ ഞങ്ങൾ ആരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി
ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് മാർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ ശിഷ്യായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനെ നിൻ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം കോറിയേലായിസോ ആവശ്യത്താൽ യാചിക്കും ഹല്ലേലൂയ അടിയാരെ തള്ളിടല്ലേ കോറിയേലായിസോ അലിവോടു ശിക്ഷിച്ചടിയാരെ ഹല്ലേലൂയ ഹരിശം നീക്കി കാക്കണമേ കോറിയേലായിസോ വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നാദം കേട്ടേ ഗീടണമേ കോറിയേലായിസോ. ബാറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിനു മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായി നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും തൃപ്തിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും പഠിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായില്ലാതെ പരിശുദ്ധനില്ല. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യമുതലേക്കും വാഴ്ത്തപ്പെടുന്നതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാം. ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകുമവർക്കാശ്വാസം ഗേപുത്രൻ ദൈവം മുറിയോറാകെ ആലൈനുവാദാരേ. നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ യൗഹാലേലൂയ. നിൻ വലം ഭാഗി രാജഭാമിനിയും നിന്നരകരജൻ മോഹിപ്പാ. ഹാലേലൂയ യൗഹാലേലൂയ.
മെൻമോലം വാതാമെൽമോലം വൽമീനാമേ. ഭക്തർ പുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരണങ്ങളിൽ അലിവാഴ്ന്ന പക്കരപേക്ഷയണക്കേണം. സൗമൻ കാലോസ്കുറിയേലായിസോ. വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ. അവൾ പ്രാർത്ഥന ഞങ്ങൾ കാമാവിനു കോട്ട ബാരക്കുമോ. ദൈവാംബിക കന്യാമറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു. മുറിയോറാഹി ആലൈനു ആധാരേ. തീടരുതേ മാതാവേ, ഞങ്ങൾക്കായുള്ളർദ്ധനമീ ഏകാത്മജനോടർദ്ധിക്കാം. ഞങ്ങളിലാർദ്രത തോന്നീടാം. നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോൻ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. മെൻവോലം വാദാമെൻവോലം ഉൽമീനാമേ. ഒരു പോലിങ്ങും മാറിയൗസേ. വാനിലുമതുപോൽ നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീശോർക്കാൻ. സൗമൻ കാലോസ്കുറിയേലായിസോ. പ്രാർത്ഥനയിൽ സമയമീതല്ലോ മാറിയൗസേ. പതിവിൻ പടി നിൻ കോട്ട തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടം. നിൻ ആടുകളെ മോശെ പോത്ര കൈവാഴ്ത്തേണം. ബാരക്കുമോ. നിന്നെ വരിച്ചൊരു താതൻ ഓ മാറിയോസേ. നിന്നോർമ്മയെ ബഹുമാനീച്ച സുതരം സ്തോത്രം. നിന്നെ മൂടിച്ചോടിക്കുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാകെ ആലൈനു ആധാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളയും തൻ കോപത്തിൻ വടികളയും മായ്ച്ചിടാം.
മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളവോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പോഷടി പോലെ പാർക്കുമോ. മെൻമൂലം വാദാമെൽമൂലം ഉൽമീനാമേ. ചരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരം മതുണർത്തണമേ. കബറിലും പറുദീസായ്ക്കായി സ്തൗമൻ കാലസ്കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്നി അവരവരോടെഴുന്നേറ്റു. ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷി രക്തം പാനം ചെയ്യുമോ. പാതാളത്തിൽ പോകാനായിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താ തന്നരുളെന്നു മഹത്വം. മുറിയോറാകെ ആലയിനു ആധാരേ. മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം. ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലത്തുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശുദ്ധ രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും കരുണയും ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയ്ക്കായി പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥാ കൃപ ചെയ്യണമാലിവാൻ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. കർത്താവായ ശംസിയാട് തിരുശരീരമന്ത്രിത്വമാത്തിക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി
സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അഗ്നിമയന്മാരാരേ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു ആരേ മിന്നലൊടുത്തവർ നോക്കുകിലെറിയും നൂടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം തുതിദൈവത്തെ നോയരത്തിൽ തന്മാതാവീരുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്ക് നിത്യജീവനമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർവൻ ശരണം നീ മൃതർ തന്നുയർപ്പും നീ തന്നെ. കർത്താവേ, ദൈവികമായ നിന്റെ ഈ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവ്വവല്ലഭനും വിസ്മയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരമോന്നതമാ പദമത്തിലമരും പരനേ ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കേണമേ. ശോഭയെഴും നിൻ ശ്ലീബാത്തണലിൽ രക്ഷണമേകി താവക കൃപൈ ആരാധകരിൽ വർഷിച്ചാലും സ്തോത്രം ഞങ്ങൾ
ഏവരുമങ്ങേ കേകിടുമെന്നും നിന്ദാതന്നും റുഹുകുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാ ഞങ്ങളെ നാഥ ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ എൻ ദൈവമേ എൻ ദൈവമേ പരമോന്നതനേ സ്ഫടികരധസ്ഥ നീയൊരുവൻ താൻ മരണവിഹീനൻ യേശു ക്രിസ്തു ഈ തിരുബലി നീ കൈക്കൊള്ളേണമേ. യോബ് സുമലമേ ദാവീദരജൻ അർപ്പിച്ചതുപോ കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാ മൃതപുണ്യപേ സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളും ഈ കർത്താവിൻ്റെ ഭാവരിയാർപ്പെടുന്ന ബലിപീഠത്തിൽ നിന്നാണ് നിങ്ങൾ പ്രാപിച്ച വിരോധത്തോടെ യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദുരസര സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബാലിഷിതരും വിശുദ്ധ മമദിസർ ഉസ്മായൽ മുദ്രിതരുമേ ഈ ത്രിത്വം നിങ്ങളുടെ പിരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയും സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അവിടുന്ന് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വിനതാതനായി മാറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദേവദാസൻ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. രക്ഷകമിശിഹാരാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതനാക്കണമെന്നേ. കർത്താവേ, നിന്നുടെ നിത്യാരാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയെ പാതകനിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാ, എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോരി പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. ക്രിയലായിസോൻ, ക്രിയലായിസോൻ, ക്രിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി.